നമസ്കാരം. ഗ്രാമീണ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയ പതാക ഉയർത്തിയും മധുരം നൽകിയും നാടെങ്ങും സ്വാതന്ത്ര്യ ദിനാഘോഷം. ട്രാഫിക് സിഗ്നൽ ഡിവൈഡറിൽ വീണ്ടും അപകടം. അധികൃതരുടെ അനാസ്ഥയിൽ ജനരോഷം ശക്തമാകുന്നു. വിസ തട്ടിപ്പ് കേസിൽ വാടാനപ്പള്ളി സ്വദേശി അറസ്റ്റിൽ. വിശദമായ വാർത്തകളിലേക്ക്. രാജ്യം 78ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ നിറവിൽ. നാടെങ്ങും ദേശീയ പതാക ഉയർത്തിയും മധുരം വിതരണം ചെയ്തും ആഘോഷം. സ്കൂളുകൾ, ആരാധനാലയങ്ങൾ, പൊതുസ്ഥാപനങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, സംഘടനകൾ എന്നിവർ ആവേശത്തോടെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കാളികളായി. പലരും വീടുകളും വാഹനങ്ങളും ത്രിവർണ്ണത്താൽ അലങ്കരിച്ച് പതാക ഉയർത്തി. ദേശീയപാതയിൽ തൃപ്രയാർ ജംഗ്ഷനിലെ ട്രാഫിക് സിഗ്നലിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. ബുധനാഴ്ച രാത്രി 9:30 തെക്ക് ഭാഗത്തുള്ള സിഗ്നലിലേക്ക് കാർ ഇടിച്ചു കയറി. കാറിലുണ്ടായിരുന്ന 5 യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. എറണാകുളത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന കുടുംബമാണ് കാറിലുണ്ടായിരുന്നത്. മറ്റൊരു വാഹനത്തിനെ മറികടക്കുന്നതിനിടെ മുന്നറിയിപ്പ് സംവിധാനങ്ങളോ ലൈറ്റോ ഇല്ലാത്ത ട്രാഫിക് ഡിവൈഡറിലേക്ക് കാർ ഇടിച്ചു കയറുകയായിരുന്നു. കുറച്ചുനാൾ മുൻപുണ്ടായ മറ്റൊരു അപകടത്തിൽപ്പെട്ട ഭാഗികമായി മാത്രമേ ഡിവൈഡറിന്റെ ഇരുമ്പ് ഭാഗം ഉണ്ടായിരുന്നുള്ളൂ. രൂക്ഷമായ ഗതാഗത കുരുക്കുള്ള ജംഗ്ഷനിൽ അപകട മുന്നറിയിപ്പ് നൽകാനായുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടില്ല. കണ്ടെയ്നർ ലോറി ഇടിച്ചു മറിഞ്ഞതടക്കം ഡിവൈഡറിൽ ഇടിച്ച അപകടങ്ങൾ പതിവായിട്ടും നടപടിയെടുക്കാൻ ഹൈവേ അധികൃതരോ നാട്ടിക പഞ്ചായത്തോ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇരുവശവും തകർന്നും പുല്ലുവളർന്നും ദുശകുനമായി കിടക്കുന്ന ട്രാഫിക് ഡിവൈഡർ പൊളിച്ചുമാറ്റുകയോ ശാസ്ത്രീയമായി പുനഃസ്ഥാപിക്കുകയോ ചെയ്യണമെന്ന് നാട്ടുകാരുടെ ആവശ്യം. വിസ തട്ടിപ്പ് കേസിൽ വാടാനപ്പള്ളി സ്വദേശി അറസ്റ്റിലായി. 31 വയസ്സുള്ള വാടനപ്പള്ളി ഗണേശമംഗലം അറക്ക വീട്ടിൽ റിയാദാണ് പോലീസിന്റെ പിടിയിലായത്. വിസ നൽകാമെന്ന് പറഞ്ഞ് നിരവധി ആളുകളിൽ നിന്നും പണം വാങ്ങി മുങ്ങി നടന്നിരുന്ന ഇയാളെ ബുധനാഴ്ച രാത്രിയിൽ വാടനപ്പള്ളി മരണവളവിൽ വെച്ച് നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. പുതുക്കുളങ്ങര സുലു ടവറിൽ പ്രവർത്തിക്കുന്ന ലെവലപ്പ് എന്ന സ്ഥാപനം നടത്തി വരികയായിരുന്നു റിയാദ്. വിസക്കായി വിവിധ ജില്ലകളിൽ നിന്നുള്ള ചെറുപ്പക്കാരിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങി വിസ നൽകാതെ തട്ടിപ്പ് നടത്തിയതായും പരാതിയുണ്ട്. ഇയാൾ വിസ നൽകി വിദേശത്ത് കൊണ്ടുപോയ നിരവധി ചെറുപ്പക്കാർ ജോലിയോ ശമ്പളമോ ഇല്ലാതെ മാസങ്ങളായി വിദേശത്ത് കുടുങ്ങിക്കിടക്കുന്നതായും ആരോപണമുണ്ട്. നിർമ്മാണത്തിലിരുന്ന വീട്ടിൽ നിന്നും ഇലക്ട്രിക് ഉപകരണങ്ങൾ മോഷ്ടിച്ചവർ അറസ്റ്റിൽ. തളിക്കുളം സെന്ററിന് കിഴക്ക് ഭാഗത്തായി നിർമ്മാണത്തിലിരിക്കുന്ന തളിക്കുളം പതിയാപറമ്പത്ത് അഷറഫിന്റെ വീടിന്റെ വയറിംഗ്, പ്ലംബിംഗ് മെറ്റീരിയലുകൾ, സ്വിച്ച് ബോർഡുകൾ, കോപ്പർ തുടങ്ങിയ സാധനങ്ങൾ മോഷ്ടിക്കുന്നതിനിടയിൽ മുറ്റിച്ചൂർ സ്വദേശി തൊപ്പിയിൽ വീട്ടിൽ ഷബീർ, മണലൂർ ചിറയത്ത് വീട്ടിൽ പ്രവീൺ എന്നിവരെ മോഷണ വസ്തുക്കൾ ഉൾപ്പെടെ പിടികൂടി. കഴിഞ്ഞ ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിയോടെ മോഷണത്തിനായി പ്രതികൾ വീട്ടിൽ കയറിയതായി വിവരമറിഞ്ഞെത്തിയ വാടനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ BS ബിനു, SI മാരായ സദാശിവൻ, മുഹമ്മദ് റാഫി, സീനിയർ CPOമാരായ ജ്യോതിഷ്, സുനീഷ്, അരുൺ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. കഴിഞ്ഞ ദിവസങ്ങളിലായി വിലപിടിപ്പുള്ള ധാരാളം വയറിംഗ്, പ്ലംബിംഗ് വസ്തുക്കൾ പ്രതികൾ ഇവിടെ നിന്ന് മോഷ്ടിച്ചു വിറ്റിട്ടുണ്ട്. വീട്ടുടമസ്ഥൻ അഷറഫും കുടുംബവും തൃശൂർ ശോഭ സിറ്റിയിലാണ് താമസം. വാടനപ്പള്ളി പോലീസ് കേസെടുത്ത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. എടമുട്ടം പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹവനവും ആനയൊട്ടും നടത്തി. ക്ഷേത്രം മേൽശാന്തി പ്രദോഷ് ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ട്രസ്റ്റി ബോർഡ് ചെയർമാൻ സുമിത്രൻ തൊട്ടാരത്ത്, KC തുളസി, ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ ബാലൻ നായർ, ശ്യാമളാദേവി, ജനാർദ്ദനൻ, KR പ്രകാശൻ, KC സുജിത്, KV മനോജ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. വയനാട്ടിലെ കൊച്ചുകൂട്ടുകാർക്കായി അന്തിക്കാട് KGM LP സ്കൂൾ എത്തിച്ചു കൊടുത്ത കളിപ്പാട്ടങ്ങൾ മന്ത്രിമാരായ K രാജനും AK ശശീന്ദ്രനും ചേർന്ന് ഏറ്റുവാങ്ങി. 1.5 ലക്ഷം രൂപയുടെ 2000-ഓളം കളിപ്പാട്ടങ്ങളാണ് പ്രീ പ്രൈമറി മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികളും രക്ഷിതാക്കളും ചേർന്ന് 3 ദിവസം കൊണ്ട് സമാഹരിച്ചത്. കൽപ്പറ്റ കളക്ടറേറ്റിൽ വെച്ച് ഇവ അധികൃതർക്ക് കൈമാറി. വയനാട് ജില്ലാ കളക്ടർ മേഘശ്രീ, പ്രധാനാധ്യാപകൻ ജോഷി D കൊള്ളന്നൂർ, PTA പ്രസിഡന്റ് അഖില രാഗേഷ്, വിദ്യാർത്ഥി പ്രതിനിധികളായ ഫൈസ്, ഫുവാദ്,
ഫാബിയൻ ലിയോ, മുഹമ്മദ് ഹാത്തിം, ശ്രീബാല, നിയ ഷനൂബ്, അധ്യാപക പ്രതിനിധികളായ നബീല റഹ്മ, ഷിംജി, PTA ഭാരവാഹികളായ ലിയോ, അന്തിക്കാട് സതീശൻ എന്നിവർ പങ്കെടുത്തു. അന്തിക്കാട് മേപ്പറമ്പ് ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിൽ ഇല്ലനിറ ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി കോളങ്ങാത്തമന സ്വരൂപ് നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി ശരത് നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് ഷമ്മി കുന്നംപുള്ളി, സെക്രട്ടറി ഉണ്ണി പൂക്കാട്ട്, ട്രഷറർ വേണുഗോപാൽ കൂനത്ത്, സിന്ധു വാരസ്യാർ, സന്തോഷ് വാരസ്യാർ, സുബിൻ മച്ചിങ്ങൽ, ലത എന്നിവർ നേതൃത്വം നൽകി. അന്തിക്കാട് സെയിന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിൻ്റെയും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും വിശുദ്ധ യൂദാ തദ്ദേവൂസിൻ്റെയും സംയുക്ത ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജിൻഡോ പേരെപ്പാടൻ തിരുനാൾ സന്ദേശം നൽകി. വികാരി ഫാദർ ഡഗ്ലസ് പീറ്റർ ചെറുവത്തൂർ സഹകാർമ്മികനായി. തുടർന്ന് നടന്ന ഊട്ടുനേർച്ചയിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ചടങ്ങുകൾക്ക് മദർ സുപ്പീരിയർ സിസ്റ്റർ ധന്യ, കൈക്കാരന്മാരായ ഹൈസൺ താണിക്കൽ, ജോസഫ് പെരുമാടൻ, ജനറൽ കൺവീനർ ജോസ് എടക്കളത്തൂർ, ജോയിന്റ് കൺവീനർ KA ജോസഫ്, ട്രഷറർ മിൽട്ടൺ തട്ടിൽ, PRO CT ജോയ് എന്നിവരും ഇടവകയിലെ വിവിധ സംഘടനകളും നേതൃത്വം നൽകി. നാട്ടി ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് മെമ്പർ PV സെന്തിൽകുമാറിൻ്റെ ഓണറേറിയത്തിൽ നിന്നും CCTV ക്യാമറകൾ സ്ഥാപിച്ചു. KMEP സ്കൂൾ പരിസരത്ത് നടന്ന ചടങ്ങിൽ വലപ്പാട് SHO MK രമേശ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സെന്തിൽകുമാർ അധ്യക്ഷനായി. KMEP സ്കൂൾ പരിസരത്ത് 2 ക്യാമറകളും നാട്ടിക് ബീച്ച് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ 1 ക്യാമറയുമാണ് സ്ഥാപിച്ചത്. 30,000 രൂപ ചെലവ് വരുന്ന ക്യാമറ സോളാർ പാനൽ ഘടിപ്പിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ചടങ്ങിൽ വാർഡ് വികസന കമ്മിറ്റി അംഗം AK ദേവദാസ്, NK വിജയകുമാർ, പ്രേമദാസ് വേളേക്കാട്ട്, മനോഹരൻ പാണവർമ്പിൽ, ശശി പൂരാടൻ, സജിനി ഉണ്ണിയാരമ്പുരയ്ക്കൽ, ലത നായരിശ്ശേരി, അനിതകുമാരി, വാർഡ് കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ജീജ ശിവൻ എന്നിവർ സംസാരിച്ചു. ഇലക്ട്രോണിക്കലി എക്യുപ്ഡായിട്ടുള്ള CCTV ക്യാമറ അല്ലാതെ തന്നെ നാട്ടിൻ പുറത്തൊരു കാലത്ത് ഒരുപാട് CCTV ക്യാമറകൾ പ്രവർത്തിച്ചിരുന്നു. അതിപ്പോൾ ആളുകൾ ലൈഫൊക്കെ ഫാസ്റ്റായപ്പോൾ അത്തരം CCTV ക്യാമറകളുടെ അവൈലബിലിറ്റി കുറഞ്ഞു വരികയാണ്. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ജോലി തിരക്കുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്. മറ്റത് കടത്തിണ്ണയിലും ചായക്കടയിലും വരാന്തയിലൊക്കെ ഒരുപാട് CCTV ക്യാമറകൾ വെറുതെ അകാരണമായി വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഈ ക്യാമറകൾ കൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, നാട്ടിൽ അടി ഉണ്ടാക്കാമെന്നല്ലാതെ. എന്നാൽ അടി ഒഴിവാക്കുന്നതിനും അതുപോലെ തന്നെ നാട്ടിലെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഇല്ലാതെ നോക്കുന്നതിനും, അതുപോലെ നിങ്ങളുടെ മുറ്റത്തായാലും റോഡരികിലായാലും വേസ്റ്റ് കൊണ്ടുവന്നിടുന്നത് തൊട്ട് എന്തെങ്കിലും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഒക്കെ കണ്ടെത്താൻ അതിന് സഹായകരമായ വിധത്തിൽ തളിക്കുളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ സ്നേഹതീരം 78 ബാച്ചിൻ്റെ കുടുംബസംഗമം തളിക്കുളം സ്കൂൾ അങ്കണത്തിൽ ചേർന്നു. വയനാട്ടിലെ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് പുഷ്പാർച്ചന അർപ്പിച്ചാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. മുൻ MP-യും സ്നേഹതീരം കൂട്ടായ്മ അംഗവുമായ TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് EPK സുരേഷ് ബാബു അധ്യക്ഷനായി. സെക്രട്ടറി AC ദളം, ഗജാൻജി TK ധർമ്മരാജൻ, സ്കൂൾ പ്രധാനാധ്യാപിക അഭിസത്ത്, പ്രിൻസിപ്പൽ ആശ, രക്ഷാധികാരി നവാസ് കൊപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. ഭയങ്കര ഇഷ്ടമായിരുന്നു, പ്രത്യേകം ഒരു വാത്സല്യമായിരുന്നു. ഒരിക്കലും മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാത്ത പ്രിയമുള്ള വസുമതി ടീച്ചർ, രമണ ടീച്ചർ സാരിഗമ എന്ന് പറഞ്ഞിട്ട് സാരിഗമ രമണ ടീച്ചർ പാട്ട് പഠിപ്പിച്ച ആരെങ്കിലും കൂടി ഇരിക്കേണ്ടി ഒന്ന് കൈവയ്ക്കാൻ നന്നായി. പാലക്കാട് നിന്നും ഇപ്പോഴും വന്നിട്ട് പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊക്കെ രമണ ടീച്ചർ മുന്നിൽ വെച്ച് ഒരു 4 വരി പാടണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ സ്കൂളിൽ പാട്ട് ടീച്ചർ എന്ന രീതിയിൽ ആദ്യം നമ്മുടെ മനസ്സിൽ വന്നത് രമണ ടീച്ചർ. നമ്മളൊക്കെ പഠിക്കുമ്പോൾ പാട്ട് ടീച്ചർ വന്നത് രമണ ടീച്ചറാണ്. ഏറ്റവും വലിയ രമണ ടീച്ചർ നമുക്ക് മലയാളം 12ാം മസജം സദന്ത ഗുരുവും ശാമൂലവിക്രീഡിതം എന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ച തോളത്ത് ഗനന്തവും വണ്ടിതൻ തണ്ടും പേറി കാളകൾ മെല്ലെ മെല്ലെ ഇടഞ്ഞ് നീങ്ങിയിടുമ്പോൾ മറ്റൊരു വണ്ടിക്കാള മനുഷ്യകാലം കൂടി അറ്റത്ത് കൂലി കൂടിയിരിപ്പു എന്ന ഈ പദ്യം പഠിച്ചവരാരുണ്ടെന്ന് കൈ കൂട്ടും. തളിക്കുളം ഗവൺമെൻറ് ഹൈസ്കൂളിലെ 1957 SSC ഗ്രൂപ്പിൻ്റെ 3ാമത് കുടുംബസംഗമം നടന്നു. തളിക്കുളം കച്ചേരിപ്പടി സഹകരണ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം സഹപാഠി പൃഥ്വിരാജ് ഉദ്ഘാടനം ചെയ്തു. അഡ്മിൻ മിനി അധ്യക്ഷയായി. കൂട്ടായ്മാംഗങ്ങളായ ഷെമി, ബദറു, ജാഫർ, അബ്ദുൾ സലാം, നൌഷാദ്, പ്രസാദ്, ബഷീർ എന്നിവർ സംസാരിച്ചു.
ചടങ്ങിൽ ഗ്രൂപ്പ് അംഗങ്ങളുടെ മാതാപിതാക്കളെ ആദരിച്ചു. ഉന്നത വിജയം നേടിയ ഗ്രൂപ്പിലെ അംഗങ്ങളുടെ മക്കളെ ചടങ്ങിൽ അനുമോദിച്ചു. തുടർന്ന് സൽമാൻ ഔഷാദിന്റെ മോട്ടിവേഷൻ ക്ലാസ് നടന്നു. ഞങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട്, അതായത് അച്ഛൻ ഗൾഫിലായിരുന്നു, പക്ഷേ ബീഡി വരെ തിരിക്കാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ബീഡി വരെ തിരിച്ചിട്ട് അമ്മ ഞാൻ നോക്കിയുള്ളതാണ്. ഇന്ന് എൻ്റെ അച്ഛനും അമ്മയും ഇല്ല. അതില്ലാതാകുമ്പോഴാണ് ആ അച്ഛൻ്റെ അമ്മയുടെയും വില നമുക്ക് മനസ്സിലാവും. അപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, അവർക്ക് കുറേ പണമോ അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളൊന്നല്ല വേണ്ടത്. ഒരു 5 മിനിറ്റ് സന്തോഷമായിട്ട് ഇന്ന് സംസാരിച്ചു നോക്കി. ഇന്ന് ഇതിൽ പല മക്കളും നമ്മളോളം വളർന്ന മക്കളുണ്ട്. നിങ്ങൾ ഇവിടെ പെൺകുട്ടികളുണ്ട്, ചെറിയ കുട്ടികളുണ്ട്. ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ഛനായിട്ടുള്ള സംസാരം വളരെ കുറയും. പലരെയും കാര്യങ്ങൾ പറയും. ഒരുപക്ഷെ ഒരു 10, 15, 18 വയസ്സായ കുട്ടി അച്ഛൻ വീട്ടിൽ കയറി വരുമ്പോൾ ഒരു കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തുള്ളത് എന്നായിരിക്കും ഒന്ന് ഓർത്തു നോക്കി നിങ്ങൾ. അവസാനമായിട്ട് അച്ഛനൊന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തുള്ളത് എന്നായിരിക്കും ഒന്ന് ഓർത്തു നോക്കി. കണ്ടശാങ്കടവ് സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിനോടും ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഫ്യൂഷൻ ഡാൻസ് സംഘടിപ്പിച്ചു. പള്ളി വികാരി ഫാദർ ജോസ് ചാലക്കൽ, സഹവികാരി ഫാദർ നിതിൻ പൊന്നാരി എന്നിവർ നേതൃത്വം നൽകി. വാടനപ്പള്ളി ഗണേശമംഗലത്ത് പുതുതായി പ്രവർത്തനം ആരംഭിച്ച ജനതാ ഹോം മാർട്ട് എന്ന സ്ഥാപനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് ജനതാ ഗ്രൂപ്പിന്റെ സ്ഥാപകരിൽ ഒരാളായ KP തോമസിന്റെ സ്മരണാർത്ഥം 365 കിഡ്നി രോഗികൾക്കുള്ള ഡയാലിസിസ് കിറ്റ് വിതരണം ചെയ്തു. ഫിസിയോതെറാപ്പി നടത്തുന്നതിനുള്ള സ്ഥലവും ബിൽഡിംഗും കൈമാറൽ ചടങ്ങും ഇതോടൊപ്പം നടത്തി. കിഡ്നി ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമ്മൽ ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി, പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ അബ്ദുൾ അസീസ് തളിക്കുളം, വാടനപ്പള്ളി ഹെൽത്ത് ഇൻസ്പെക്ടർ K ഗോപകുമാർ, കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ വൈസ് ചെയർമാൻ G മോഹനചന്ദ്രൻ, വാടനപ്പള്ളി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുൾ ജബ്ബാർ അറക്കൽ, MT ടെന്നി, CM നിസാർ, ഷൈജ ഉദയകുമാർ, നയന ടെന്നി എന്നിവർ സംസാരിച്ചു. രോഗികൾക്ക് ഫിസിയോതെറാപ്പി കൂടി കൊടുത്ത് തൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് താങ്ങും തണലാകുന്ന ഒരു തണൽമരമായി ഈ വാടാനപ്പള്ളിയിലെ എല്ലാവർക്കും ആശ്രയ കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ്. അത് ഈ വാടാനപ്പള്ളിയല്ല, നാട്ടിലെല്ലാവർക്കും ഒരു അഭിമാനമാണ്. ടെന്നി ജീവിതത്തിൽ എല്ലാം അഭ്യസിച്ചെടുക്കുന്നത് തൻ്റെ അധ്വാനം കൊണ്ടും കാരുണ്യ പ്രവൃത്തികളെ കൊണ്ടാണ്. ആ അനുഭവത്തേക്കാൾ വലിയൊരു പുസ്തകം വേറെയില്ല. അപ്പോൾ ടെന്നിയുടെ ജീവിതമാണ് ഇനി വാടാനപ്പള്ളിക്കാർ പഠിച്ച് അവരുടെ ജീവിതത്തിൽ പകർത്താൻ. ഇടവേള. അർച്ചന സിൽക്സിൽ തകർപ്പൻ ആടി സെയിൽ. വിചിത്ര പ്ലെയിൻ സിൽക്ക് സാരി 195 രൂപ മാത്രം. ബ്ലൂമിംഗ് പ്ലെയിൻ സാരി 350 രൂപ മാത്രം. ചുരിദാർ മെറ്റീരിയൽ 245 രൂപ. റയോൺ 3 പീസ് സെറ്റ് 345 രൂപ. കോട്ടൺ നൈറ്റികൾ 99 മുതൽ. ടോപ്പുകൾ 100 രൂപ. ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് 155 രൂപ മുതൽ. ജഗിങ്സ് 89 രൂപ മുതൽ. അജ്രക് കോട്ടൺ ടോപ്പുകൾ 250 രൂപ. ഗാർഡൻ ഷിഫോൺ സാരികൾ 195 രൂപ. ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല. അർച്ചന സിൽക്സിൽ ആടി തള്ളുപടി. ഇപ്പോൾ പർച്ചേസ് ചെയ്യൂ, ഓണം കെങ്കേമമാക്കൂ. തീരദേശത്തിന്റെ വസ്ത്രവിസ്മയം അർച്ചന സിൽക്സിൽ ആടി പെരുമഴ. മികവുറ്റ സ്റ്റാഫുകളുടെ ഹൃദ്യമായ സേവനം. പർച്ചേസ് ചെയ്യൂ അമ്പരപ്പിക്കുന്ന വിലക്കുറവിൽ ആടി സെയിലിലൂടെ. അർച്ചന സിൽക്സ് തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, വാടാനപ്പള്ളി. ചോക്കോ സ്ട്രീറ്റ് മാർക്കറ്റിൽ ലഭ്യമായ ലോകോത്തര നിലവാരമുള്ള ചോക്ലേറ്റുകൾ, ഇമ്പോർട്ടഡ് ഡ്രൈ ഫ്രൂട്ട്സുകൾ, ഇമ്പോർട്ടഡ് നട്ട്സുകൾ, ആകർഷകമായ ഗിഫ്റ്റ് ഹാമറുകളുടെയും ഗിഫ്റ്റ് ബോക്സുകളുടെയും വലിയ ശേഖരം. കൂടാതെ ഗിഫ്റ്റ് മെറ്റീരിയലുകളും ലഭ്യമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചോക്ലേറ്റുകൾ കൊണ്ട് ഗിഫ്റ്റ് ഹാമറുകൾ സെറ്റ് ചെയ്തു നൽകുന്നു. ഹോം ഡെലിവറിയും ലഭ്യമാണ്. ചോക്കോ സ്ട്രീറ്റ്, ചിലങ്ക പെട്രോൾ പമ്പിന് എതിർവശം, വാടാനപ്പള്ളി. ഓർഡറുകൾക്ക് വിളിക്കുക 9207093681. ചേട്ടനെവിടെ? അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി.
കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും എന്തോന്നു സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. ഇരുചക്രവാഹന യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും അപകടം സംഭവിച്ച പയച്ചോട് ബീച്ച് റോഡ് സോഡ കമ്പനിക്ക് സമീപത്തെ അപകടക്കുഴി പഞ്ചായത്ത് അംഗം അജ്മൽ ഷെരീഫിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് എടമുട്ടം യൂണിറ്റ് പ്രവർത്തകർ നികത്തി. നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന ഈ റോഡിൽ പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ്. പ്രധാനപ്പെട്ട ഈ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് ശാശ്വതമായ പരിഹാരം ഉടനെ കാണണമെന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെട്ടു. സുൽഫിക്കർ എടമുട്ടം, റാഷിൽ സലീം, MS ഫജർ, ആദിൽ കരയാമുട്ടം, ഫത്താഹ് കരയാമുട്ടം, ഷിനോജ് ഷൺമുഖൻ, അഫീഫ് മുഹമ്മദ്, സൽമാനുൽ ഫാരിസി, ഷഹാം ഫൈസ് എന്നിവർ നേതൃത്വം നൽകി. പെരിങ്ങോട്ടുകര താന്യം തെക്കുഭാഗം മരണാനന്തര സഹായ സമിതി വാർഷിക പൊതുയോഗവും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും നടത്തി. സമിതി ഓഫീസ് പരിസരത്ത് ചേർന്ന യോഗം മുൻ PSC അംഗം അഡ്വക്കേറ്റ് രഘു കെ മാരാത്ത് ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് അശോകൻ മാമ്പുള്ളി അധ്യക്ഷനായി. ചടങ്ങിൽ മരണാനന്തര സഹായ സമിതി മുൻ അംഗം ലീലാവതി ടീച്ചറെ പൊന്നാടയണിച്ച് ആദരിച്ചു. SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു. അജയൻ പൊറ്റേക്കാട്ട് മുഖ്യാതിഥിയായിരുന്നു. സിജോ പുലിക്കോട്ടിൽ, ബിനോയ് തൈപ്പറമ്പത്ത്, ട്രഷറർ വത്സലൻ അച്ചുപറമ്പിൽ, ശ്രീനിവാസൻ പൊറ്റേക്കാട്ട്, ലിഷ ഷാജൻ, സുനന്ദ വിശ്വനാഥൻ, ബിന്ദു സുരേഷ്, സന്തോഷ് പറത്താട്ടിൽ, ബാബു പറത്താട്ടിൽ, ശരത് വിയത്ത്, ധർമ്മരാജൻ പൊറ്റേക്കാട്ട് എന്നിവർ സംസാരിച്ചു. സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല. ഈ രാജ്യത്തിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ കൃത്യമായി പറയാനോ അവർക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ സ്വന്തമായ രീതിയിൽ നടത്താനോ, എന്തിനധികം പറയുന്നു, സ്കൂളുകളിലേക്ക് അതിൻ്റെതായ രീതിയിൽ പോകാനോ പഠിക്കാനോ ഒന്നും പറ്റാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ ദുഷ്ചെയ്തികൾ മൂലം സ്വാതന്ത്ര്യം എന്ന് അറിയാതിരുന്ന ജനങ്ങൾ, അതിൽ കുറച്ചു പേര് വിദ്യാഭ്യാസം നേടുകയും, നേരത്തെ വിദ്യാഭ്യാസത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞു, വിദ്യാഭ്യാസം നേടുകയും സ്വാതന്ത്ര്യത്തിന്റെ മഹത്വത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും. തൃപ്രയാർ മീഡിയ കൺവർജൻസും ഗ്രാമ്യ ന്യൂസും സംയുക്തമായി സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. TMC ആസ്ഥാന മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ COA ജില്ലാ പ്രസിഡന്റും തൃപ്രയാർ മീഡിയ കൺവർജൻസ് പ്രസിഡന്റുമായ TD സുഭാഷ് പതാക ഉയർത്തി. ഗ്രാമ്യ ഓർബിറ്റ് ചാനൽ MD രഘു പുളിക്കൽ, COA മേഖല പ്രസിഡന്റ് TR റഹീം, സെക്രട്ടറി സുമേഷ് കുമാർ, ഗ്രാമ്യ ഓർബിറ്റ് ചാനൽ മാനേജർ ജഗത്ത് നായരിശ്ശേരി, TMC ഗ്രാമ്യ ചാനൽ സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. മധുരപലഹാര വിതരണവും ഉണ്ടായി. കണ്ടശാങ്കടവ് യൂണിസൈറ്റ് കമ്മ്യൂണിക്കേഷൻസിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടത്തി.
പ്രഭാകരൻ പതാക ഉയർത്തി. സിജോ കുണ്ടുകുളം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സംസാരിച്ചു. പാർട്ട്ണർമാർ, സ്റ്റാഫുകൾ എന്നിവർ പങ്കെടുത്തു. എന്നിരുന്നാലും ഇനിയും മുന്നോട്ട് പോകാനുണ്ട് കുറെ. എല്ലാ മനുഷ്യരും ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ ഭാരതം ഒന്നാം സ്ഥാനം തന്നെ പങ്കിടും. കേരള വിഷൻ പോകുന്ന പോലെ തന്നെ ഭാരതവും ഒന്നാം സ്ഥാനത്തേക്ക് തന്നെ എത്തും എന്നുള്ള ഒരു മുന്നറിയിപ്പ് പോലെ ഞങ്ങൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് ഈ വയനാട് ദുരന്തത്തിൽ മരിച്ചവരെ സ്മരിച്ചുകൊണ്ടും ഒപ്പം തന്നെ പറയട്ടെ, നമുക്കൊരു ദുരന്തമൊന്നും വേണ്ട, മാനുഷിക പരിഗണനകൾ കാണുവാനെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും നമ്മുടെ ഈ സ്വാതന്ത്ര്യദിനത്തിന്റെ എല്ലാ മംഗളങ്ങളും എല്ലാവർക്കും നേർന്നുകൊണ്ട് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൽ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ മുതിർന്ന അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കല ടീച്ചർ ലിൻഡ സുഭാഷ് ചന്ദ്രൻ, CR ഷൈൻ, ബഗീഷ് പൂരാടൻ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി VS രജികുമാർ, ജോയിന്റ് BDO KK ലത, ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർ CV ജോസ് എന്നിവർ സംസാരിച്ചു. തളിക്കുളം പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. വൈസ് പ്രസിഡന്റ് N മദനമോഹനൻ മാസ്റ്റർ പതാക ഉയർത്തി. സെക്രട്ടറി ഗഫൂർ തളിക്കുളം സ്വാതന്ത്ര്യ സമര സേനാനികളെ അനുസ്മരിച്ചു. ഗീതാ വിനോദൻ, ഷീജ രാമചന്ദ്രൻ, ഷീബ, KJ സുനിൽ, PA ബാബുരാജ്, AK വാസൻ, AP ബിനോയ്, വാസൻ കോഴിപ്പറമ്പിൽ എന്നിവർ പങ്കെടുത്തു. മണലൂർ സെന്റ് തെരേസ UP സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം പ്രധാനാധ്യാപിക സിസ്റ്റർ വിന്നി ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ഭാരതാംബ, ഗാന്ധിജി, നെഹ്റു, മറ്റു സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്നിവരുടെ വേഷമണിഞ്ഞുകൊണ്ട് കുട്ടികളെത്തിയത് കൗതുകമായി. PTA, MPTA അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. മത്സരാർത്ഥികൾക്ക് പ്രീ പ്രൈമറി ഇൻചാർജ് സിസ്റ്റർ ആൻ തെരേസ് സമ്മാനം വിതരണം ചെയ്തു. PTA പ്രസിഡന്റ് സിജോ മാത്യു, MPTA പ്രസിഡന്റ് KP പ്രവീണ, വിദ്യാർത്ഥി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ടശാങ്കടവ് യൂണിറ്റ് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. കണ്ടശാങ്കടവ് വ്യാപാര ഭവന് മുന്നിൽ യൂണിറ്റ് പ്രസിഡന്റ് ജോയ്മോൻ പള്ളിക്കുന്നത്ത് ദേശീയ പതാക ഉയർത്തി. ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ വർഗീസ് P ചാക്കോ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ട്രഷറർ PS സുരാജ് സംസാരിച്ചു. CPI വലപ്പാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം എടമുട്ടം സർദാർ സ്മാരക മന്ദിരത്തിൽ ആചരിച്ചു. CPI വലപ്പാട് ലോക്കൽ സെക്രട്ടറി AG സുഭാഷ് ദേശീയ പതാക ഉയർത്തി. രാജൻ പട്ടാട്ട അധ്യക്ഷനായി. സുജിന്ത് പുല്ലാട്ട, TMC ശിവരാമൻ, മുബീഷ് പനിക്കൽ, ദിൽജിത്ത്, MT ബാബുരാജ് എന്നിവർ സംസാരിച്ചു. അന്തിക്കാട് ഹൈസ്കൂളിൽ പ്രധാന അധ്യാപിക VR ഷില്ലി ടീച്ചർ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശവും നൽകി. തുടർന്ന് നടന്ന ചടങ്ങിൽ അന്തിക്കാട് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ ജവാന്മാരെ ആദരിച്ചു. നമ്മുടെ ജീവിതം കരുപിടിപ്പിക്കുക, നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കുക, ഒരു ജോലി സമ്പാദിക്കുക എന്നതിലുപരിയായിട്ട് മറ്റൊരു ലക്ഷ്യവും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ ചെന്നതിന് ശേഷം നമുക്ക് കിട്ടുന്ന ട്രെയിനിങ്, അവിടുത്തെ ജീവിത രീതികൾ എല്ലാം നമ്മളെ ഈ രാജ്യത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത ഒരു പട്ടാളക്കാരനെന്ന നിലയിൽ ഞങ്ങൾ നിക്ഷിപ്തമായി. PTA പ്രസിഡന്റ് സജീഷ് മാധവൻ, MPTA വൈസ് പ്രസിഡന്റ് ലത്തീഫ്, ജവാന്മാരായ PK മാധവൻ, KG ഭുവനൻ എന്നിവർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും SPC സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, JRC എന്നീ കേഡറ്റുകളുടെ സ്വാതന്ത്ര്യദിന പരേഡ് സല്യൂട്ട് സ്വീകരണവും നടന്നു.
മണലൂർ സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ക്ലബ്ബ് രക്ഷാധികാരി ജേഷൻ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. മുതിർന്ന ക്ലബ്ബ് മെമ്പർമാരെ ചടങ്ങിൽ ആദരിച്ചു. 1000-ഓളം പേർക്ക് പായസ വിതരണവും നടത്തി. കാരമുക്ക് ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. പ്രിൻസിപ്പൽ പ്രീത പി രവീന്ദ്രൻ ദേശീയ പതാക ഉയർത്തി. PTA പ്രസിഡന്റ് KK ഷൈൻവാസ്, PTA വൈസ് പ്രസിഡന്റ് ധനേഷ് മടത്തിപ്പറമ്പിൽ, MPTA പ്രസിഡന്റ് ശ്രീമതി ഡോളി വിനീഷ്, ശ്രീ CS പ്രദീപ് മാസ്റ്റർ എന്നിവർ സ്വാതന്ത്ര്യദിന സന്ദേശങ്ങൾ കൈമാറുകയും ശേഷം മധുര വിതരണം നടത്തുകയും ചെയ്തു. 1986-87 SSLC ബാച്ച് പ്രസിഡന്റ് പ്രദീപ്, ജെറി, വാടനപ്പള്ളി സ്വദേശി ഷിനോദ് പുന്നപ്പള്ളി എന്നിവർ കഴിഞ്ഞ വർഷം SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ കുട്ടികളെ ട്രോഫിയും സ്നേഹോപഹാരവും നൽകി അനുമോദിക്കുകയും ചെയ്തു. ജയ ഭാരതാംബയ്ക്ക് വന്ദനം ജനകോടി ഹൃദയവേളയിൽ. കാരമുക്ക് ഓഫ് ഡേഴ്സ് ക്ലബ്ബ് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് സുഭാഷ് വാഴപ്പള്ളി പതാക ഉയർത്തി. സെക്രട്ടറി OK ശശി, ട്രഷറർ സണ്ണി ആലുക്ക എന്നിവർ സംസാരിച്ചു. സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് RCUP സ്കൂളിൽ 78ാം സ്വാതന്ത്ര്യദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. വിശിഷ്ടാതിഥികൾ ചേർന്ന് ദേശീയ പതാക ഉയർത്തി. PTA പ്രസിഡന്റ് സുനിൽകുമാർ അധ്യക്ഷനായി. പ്രധാനാധ്യാപകൻ ഷാജി ജോർജ്, വാർഡ് മെമ്പർ സന്തോഷ് പണിക്കശ്ശേരി, മാനേജർ ഫാദർ ഏബിൾ ചിറമ്മൽ, PTA വൈസ് പ്രസിഡന്റ് റഷീദ് ഉസ്മാൻ, ഡീക്കൻ ക്ലിന്റ് പാണേങ്ങാടൻ, എബ്രഹാം ബേസിൽ എന്നിവർ സംസാരിച്ചു. ക്ലിയറായി ഈ ഒരു ദിവസം നമുക്ക് സ്വാതന്ത്ര്യം നൽകാനായിട്ട് ജീവത്യാഗം ജീവൻ വെടിഞ്ഞ എല്ലാവരെയും നമുക്ക് ഓർക്കാം. നമ്മുടെ നേതാക്കളെ ഓർക്കാം, രക്തസാക്ഷികളെ ഓർക്കാം. അവർക്കൊക്കെ ആദരവ് സമർപ്പിച്ചുകൊണ്ട് അവർ നേടിത്തന്ന ഈ സ്വാതന്ത്ര്യം നന്മയും നല്ലതും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമായിട്ട് മാറട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് ഈ ദിവസത്തിന്റെ മംഗളങ്ങളെ ഏവർക്കും നേർന്നുകൊണ്ട് വാടനപ്പള്ളി റഹ്മത്ത് നഗർ നവധാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. വാടനപ്പള്ളി പഞ്ചായത്ത് 17ാം വാർഡ് മെമ്പർ രേഖ അശോകൻ പതാക ഉയർത്തി. ക്ലബ്ബ് പ്രസിഡന്റ് സലാഹ്, സെക്രട്ടറി യദുകൃഷ്ണ, നാജിൽ, നൌഫൽ, ലാത്തിഫ്, താഹ, ഫാബിർ, റഫീഖ്, സജീർ, ഉസ്മാൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഒരുപാട് ധീര ജവാന്മാരുടെ ഒക്കെ ജീവന്റെയും ത്യാഗത്തിൻ്റെയൊക്കെ വിലയാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. മണലൂർ പഞ്ചായത്ത് 1ാം വാർഡിൽ ദേശധ്വനി പാലാഴിയിൽ സ്വാതന്ത്ര്യദിനത്തിൽ വാർഡ് മെമ്പർ രതീഷ് കൂനത്തിന്റെ നേതൃത്വത്തിൽ ദേശീയ പതാക ഉയർത്തി ആഘോഷിച്ചു. ചെമ്മാപ്പള്ളി ALP സ്കൂളിൽ പ്രധാനാധ്യാപിക ബിന്ദു പതാക ഉയർത്തി. മധുര വിതരണവും കുട്ടികളുടെ കലാപരിപാടികളും നടന്നു. ബലൂണുകളും പ്ലാസ്റ്റിക് തോരണങ്ങളും ഒഴിവാക്കി വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്നുണ്ടാക്കിയ പേപ്പർ ക്രാഫ്റ്റ് വർക്ക് കൊണ്ട് മാത്രമാണ് സ്കൂൾ അങ്കണവും പ്രധാന വേദിയും അലങ്കരിച്ചത്. പീപ്പിൾസ് ക്ലബ്ബ് ചേർക്കരയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷവും സൗജന്യ ഡയബറ്റിക് ന്യൂറോപ്പതി മെഡിക്കൽ ക്യാമ്പും നടത്തി. ഉന്നത വിജയം നേടിയ ക്ലബ്ബ് അംഗങ്ങളുടെ മക്കൾക്ക് ക്യാഷ് അവാർഡും ട്രോഫിയും നൽകി. തൃശൂർ മാൻകൈൻഡ് ഫാർമയുടെ നേതൃത്വത്തിൽ 50-ൽ പരം പ്രമേഹ രോഗികൾക്ക് സൗജന്യ ഡയബറ്റിക് ന്യൂറോപ്പതി മെഡിക്കൽ ക്യാമ്പും നടന്നു. നാട്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് ER രവീന്ദ്രൻ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് രജനി ബാബു, വാർഡ് മെമ്പർ ബിന്ദു പ്രദീപ്, പ്രശാന്ത് ചെമ്പിപ്പറമ്പിൽ, ക്ലബ്ബ് സെക്രട്ടറി ഇംതിയാസ് എന്നിവർ സംസാരിച്ചു. അനവധി നേട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള കലാ സാംസ്കാരിക രംഗത്ത് അഭൂതപൂർവമായ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള പ്രമുഖ വ്യക്തികളാൽ സ്ഥാപിക്കപ്പെട്ട പീപ്പിൾസ് ക്ലബ്ബ് ചേർക്കര ഇന്ന് ഏതാണ്ട്
55-60 വർഷത്തിന് ഇടയിൽ നിൽക്കുകയാണ്. ഇന്നത്തെ ദിവസം എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്വാതന്ത്ര്യം എന്ന വലിയ സ്വപ്നത്തിൻ്റെ നെറുകയിൽ തൃപ്രയാർ ലെമർ പബ്ലിക് സ്കൂളിൽ വലപ്പാട് SHO MK രമേഷ് പതാക ഉയർത്തി. ബാൻഡ് മേളത്തോടൊപ്പം മാർച്ച് പാസ്റ്റും PT ഡിസ്പ്ലേയും ഉണ്ടായിരുന്നു. പ്രൗഢിയോടും വർണ്ണാഭമായ രീതിയിലും ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ എന്ന് എനിക്കറിയാഞ്ഞിട്ടല്ല, ഞാൻ ഇട്ടിരിക്കുന്ന യൂണിഫോം തന്നെയാണ് അതിന് വിനയാവുന്ന സാഹചര്യം. എന്തായാലും നിങ്ങൾക്കെല്ലാവർക്കും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തർക്കും എൻ്റെ സ്വാതന്ത്ര്യദിനാശംസകൾ. ധീരദേശാഭിമാനികളായ സ്വാതന്ത്ര്യ സമര സേനാനികളെ അവതരിപ്പിച്ചുകൊണ്ടുള്ള വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ദേശഭക്തി ഗാനാലാപനവും ഉണ്ടായി. പ്രിൻസിപ്പാൾ ഗെയ്നി മൈക്കിൾ, ചെയർമാൻ ഷൗക്കത്ത് അലി MA, സെക്രട്ടറി KK അബ്ദുൽ ലത്തീഫ്, ട്രഷറർ EA ഹാരിസ്, മാനേജർ IT മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു. വൈസ് പ്രിൻസിപ്പൽ CS സുവിധ, സെക്ഷൻ ഹെഡ്സ് KM ദീപ, KC ആശ, സായ് ദേവി അജയ്, KG കോർഡിനേറ്റർ നസീമ ഷംസുദ്ദീൻ, പ്രോഗ്രാം കോർഡിനേറ്റർ ലൗലി ജിനൻ എന്നിവർ നേതൃത്വം നൽകി. വലപ്പാട് പുത്തൻപള്ളിയിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ വലപ്പാട് SI വിനോദ് കുമാർ ദേശീയ പതാക ഉയർത്തി. മഹല്ല് പ്രസിഡന്റ് VK സുലൈമാൻ ഹാജി അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി PI നസീർ, ഖത്തീബ് അബ്ദുൾ സമദ് ഫൈസി എന്നിവർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. NM ഷെരീഫ്, TM സക്കീർ, MK ആദമു, PM മുഹമ്മദ്, PY ഷെരീഫ്, PA ഷാജഹാൻ, PS ഷഹീൻ, KA അയ്യൂബ്, KP മുഹമ്മദ് അലി, VA അബൂ ത്വാലിഫ് എന്നിവർ നേതൃത്വം നൽകി. സ്വാതന്ത്ര്യം നേടിയ 78ാം വർഷത്തിലേക്ക് കടന്നതിൻ്റെ സന്തോഷ പുലരിയിലാണ് നാം എല്ലാവരും ഉള്ളത്. ഈ രാജ്യത്തിൻ്റെ എല്ലാ മുക്കുമൂലകളിലും ഈ സമയം അതല്ലെങ്കിൽ ഇതിനോടനുബന്ധമായ സമയങ്ങളിൽ ഈ സന്തോഷ മുഹൂർത്തത്തിൽ എല്ലാവരും പങ്കാളികളായി പതാക ഉയർത്തിയും മധുര വിതരണം നൽകിയുമൊക്കെ ഈ ആഹ്ലാദത്തിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുകയാണ്. 77 വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷ് അടിമത്തത്തിൽ നിന്ന് ഈ രാജ്യം മോചിതമായതിൻ്റെ സന്തോഷവേളയാണ് ഓരോ സ്വാതന്ത്ര്യ പുലരിയിലും നാടെങ്ങും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യം സ്വാതന്ത്ര്യം നേടിയപ്പോൾ യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിന് മുമ്പിൽ വെച്ച 3 നിലപാടുകൾ അതല്ലെങ്കിൽ 3 മൂല്യങ്ങൾ, അത് ഒന്നാമത്തത് മതേതരത്വ മൂല്യമാണ്, രണ്ടാമത്തത് ജനാധിപത്യ മൂല്യമാണ്, മൂന്നാമത്തത് സോഷ്യലിസമാണ്. നാട്ടിക ശ്രീനാരായണ കോളേജിലെ NSS യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഭാഗമായി റാലിയും നൃത്തശില്പവും സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യദിന റാലി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജയ PS ഫ്ലാഗ് ഓഫ് ചെയ്തു. ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് സ്വാതന്ത്ര്യദിന സന്ദേശം ഉൾക്കൊള്ളുന്ന നൃത്തശില്പം NSS വോളണ്ടിയേഴ്സ് അവതരിപ്പിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ VK രമ്യ, ബബിത B, വോളണ്ടിയർമാരായ ശില്പ, ആയിഷ എന്നിവർ സംസാരിച്ചു. आजा जिंद शामी आने के तले, आजा जरी वाले नीले आसमाने के तले, സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി BJP വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി വാഹന റാലിയും പതാക ഉയർത്തലും നടത്തി. BJP വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷൈജു കോട്ടുക്കൽ, നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് KV അരുണഗിരി, യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷൈൻ നെടിയിരിപ്പിൽ, സൗമ്യൻ നെടിയിരിപ്പിൽ എന്നിവർ സംസാരിച്ചു. ഉണ്ണികൃഷ്ണൻ കുണ്ടായിൽ, പ്രദീപ് ഊണുങ്ങൽ, NM സുരേഷ്, സിംഗ് തണ്ടാശ്ശേരി, KN ബിജു, സോമദത്തൻ കാരയിൽ തെക്കൂട്ട്, സന്ദീപ് കൊട്ടിയാട്ടിൽ, ഷിദേവ് കാരയിൽ തെക്കൂട്ട്, രാജു വടുക്കട്ടി എന്നിവർ നേതൃത്വം നൽകി. സ്വാതന്ത്ര്യദിനത്തോട് അനുബന്ധിച്ച് നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിലെ വിദ്യാർത്ഥികൾ ദേശഭക്തി ഗാനത്തിൻ്റെ നൃത്താവിഷ്കാരം നടത്തി. നാട്ടിക സെൻട്രൽ UP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും ശ്രീനാരായണ ഗുരുദേവ മന്ദിരത്തിന് മുൻപിലും കുട്ടികൾ നൃത്താവിഷ്കാരം അവതരിപ്പിച്ചു.
NSS ലീഡറായ ശ്രീലക്ഷ്മിയും വോളണ്ടിയറായ ആവണി ബാബുരാജും ചേർന്ന് പ്രോഗ്രാം ഓഫീസറായ ശലഭ ജ്യോതിഷിൻ്റെ നേതൃത്വത്തിലാണ് നൃത്താവിഷ്കാരം നടത്തിയത്. ചടങ്ങിൽ പ്രിൻസിപ്പൽ ജയാബിനി, GSB PTA പ്രസിഡന്റ് PSP നസീർ, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, അധ്യാപകരായ EB ഷൈജ, സുജിത്ത് എന്നിവർ പങ്കെടുത്തു. നടുവിൽക്കരയിൽ ഭാരത് കലാവേദി ക്ലബിൻ്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ അരങ്ങേറി. പതാക ഉയർത്തലും പായസ വിതരണവും നടത്തി. തുടർന്ന് ക്ലബിൻ്റെ വാർഷികത്തോടനുബന്ധിച്ച് തൃത്തല്ലൂർ ഗവൺമെൻറ് ആശുപത്രിയിൽ ഉച്ചഭക്ഷണം നൽകുകയും ചെയ്തു. തൃപ്രയാർ കൽപ്പക വെഡ്ഡിങ്സിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു. മാനേജിംഗ് പാർട്ണർ EP ജയൻ പതാക ഉയർത്തി. സ്ഥാപനത്തിലെ ജീവനക്കാർ പങ്കെടുത്തു. തുടർന്ന് മധുര വിതരണവും നടന്നു. തൃപ്രയാർ NES കോളേജിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു. ചെയർമാൻ ശിവൻ കണ്ണോളി പതാക ഉയർത്തി. പ്രിൻസിപ്പാൾ NC അനീജ, അധ്യാപകൻ V ശശിധരൻ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്യൂഷൻ ഡാൻസ് ഉൾപ്പെടെയുള്ള കലാപരിപാടികൾ ചടങ്ങിനെ മാറ്റുകൂട്ടി. അതൊക്കെ നടപ്പിലാവുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ഒരു ദിവസമാണ് ഇന്ന്. ഇന്ത്യ രാജ്യം എല്ലാ നിലയിലും പല പ്രശ്നങ്ങളുമായി മുന്നോട്ട് നീങ്ങുന്നു. സ്വാതന്ത്ര്യം നമുക്കൊക്കെ അധികമായി എന്നുള്ളതാണ് ഇന്ന് പലതും വിലയിരുത്തുന്നത്. മഹാന്മാരുടെ ബുദ്ധിജീവികളുടെ ചില പ്രസ്താവനകൾ ഇന്ന് വഹിക്കാൻ കഴിഞ്ഞത് അതാണ്. ചെറുപ്പക്കാർ ഡിഗ്രി കഴിഞ്ഞാൽ ഇന്ത്യ രാജ്യം വിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് തൊഴിൽ തേടി പോകുന്ന ഒരവസ്ഥ കുറേ പേർ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നത് +2 കഴിഞ്ഞാൽ എടമുട്ട സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ബാങ്ക് പ്രസിഡന്റ് ശോഭ സുബിൻ പതാക ഉയർത്തി. വൈസ് പ്രസിഡന്റ് കരീം പോക്കാക്കിലത്ത്, ബാങ്ക് ഡയറക്ടർമാർ, ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. വലപ്പാട് മൈത്രി റെസിഡൻസ് അസോസിയേഷൻ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ഇന്ത്യൻ എയർഫോഴ്സിൽ 20 വർഷം സേവനമനുഷ്ഠിച്ച മൈത്രി കുടുംബാംഗമായ ബൈജു കാളിപ്പറമ്പിൽ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് സ്വാതന്ത്ര്യദിന സന്ദേശവും ദേശഭക്തി ഗാനാലാപനവും ഉണ്ടായിരുന്നു. ഗ്രീഷ്മ ദിലീപ് അധ്യക്ഷയായി. ഉല്ലാസ് കാളിപ്പറമ്പിൽ, ശശി ചെറുളി, വാസുദേവൻ കരിങ്ങാട്ടിൽ, സജീവ് വെന്നിക്കൽ, നിശാന്ത് കരിങ്ങാട്ടിൽ, രാജൻ പട്ടാട്ട്, കുഞ്ഞുമുഹമ്മദ് വലിയകത്ത് എന്നിവർ സംസാരിച്ചു. നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. PTA പ്രസിഡന്റ് PSP നസീർ പതാക ഉയർത്തി. പ്രിൻസിപ്പൽ ജയാബിനി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. JRC സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് NSS യൂണിറ്റുകൾ സ്വാതന്ത്ര്യദിന പരിപാടികൾ അവതരിപ്പിച്ചു. വലപ്പാട് 11ാം വാർഡിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു. വലപ്പാട് പഞ്ചായത്ത് 11ാം വാർഡ് മുൻ പഞ്ചായത്ത് അംഗം സുമേഷ് പാനാട്ടിൽ പാലപ്പെട്ടിയിൽ പതാക ഉയർത്തി. UR രാകേഷ്, ആഷിഫ് KM, റിനേഷ് കല്ലർക്കൽ, വിപിൻ നമ്പുള്ളിക്കര, സോനു അന്തിക്കാട്ട്, ശിവദാസ് പൊയ്യാറ, രാകേഷ് കിഴക്കേപ്പാട്ട്, കിരൺ മണികണ്ഠൻ, ഷിൻഡോ ആൻ്റണി തെക്കേക്കര, ബൈജു കിളിയന്തറ എന്നിവർ സംസാരിച്ചു. തൃപ്രയാർ ഒരുമ കുടുംബ കൂട്ടായ്മ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ഒരുമ കുടുംബ കൂട്ടായ്മ പ്രസിഡന്റ് PK സുരേഷ് പതാക ഉയർത്തി. AG ബാബു സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ട്രഷറർ രൂപേഷ് ദാസ്,
രക്ഷാധികാരി ആനന്ദൻ വാഴക്കുളത്ത്, ഭവ്യ ബാബു, സൗമ്യ രൂപേഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് 1500 പേർക്ക് പായസ വിതരണം നടത്തി. തൃപ്രയാർ ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ഇഷാര MD സാഗർ പോട്ടയിൽ പതാക ഉയർത്തി. ഷോപ്പ് മാനേജർ ജിൻസൺ മംഗലം, PRO ഉബൈദു, മറ്റു സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് മധുര വിതരണം നടന്നു. നാട്ടിക കോടതി വളവ് ബ്രദേഴ്സ് സ്വാതന്ത്ര്യദിന പരിപാടി സംഘടിപ്പിച്ചു. മുൻ അധ്യാപിക കൗസല്യ ഭാസ്കരൻ കൊടിയുയർത്തി. നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് മാനേജർ സതീഷ് പള്ളത്ത്, കോടതി വളവ് ഗൾഫ് മേഖലാ സെക്രട്ടറി ഷൈജു പനക്കൽ, സീനിയർ മെമ്പർമാരായ സുമൻ പനക്കൽ, പ്രദീപ് പനക്കലാൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് പായസ വിതരണവും ഉണ്ടായി. ലയൺസ് ക്ലബ്ബ് ഓഫ് തൃപ്രയാർ ടെമ്പിൾ സിറ്റി സ്വാതന്ത്ര്യദിനാഘോഷവും പതാകവന്ദനവും നടത്തി. ക്ലബ്ബ് ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് RIM സക്കറിയ പതാക ഉയർത്തി. സെക്രട്ടറി ഷാജി ചാലിശ്ശേരി, ട്രഷറർ ജോസ് താടിക്കാരൻ, വൈസ് പ്രസിഡന്റ് ANG ജെയ്ക്കോ എന്നിവർ സംസാരിച്ചു. തുടർന്ന് മധുരപലഹാര വിതരണം നടത്തി. സൂരജ് വേളയിൽ EP തോമസ്, കാർത്തികേയൻ കുന്നുങ്ങൽ, സീമ സക്കറിയ എന്നിവർ നേതൃത്വം നൽകി. നേടിക്കൊടുത്ത ആ മഹാത്മാവിന് ഭാരതം കൊടുത്ത സമ്മാനമായിരുന്നു രക്തത്തിൽ കുളിച്ച സുപ്രഭാതം. നമ്മുടെ സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്ന ലക്ഷക്കണക്കിന് രക്തസാക്ഷികളെ അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. മണലൂർ സെന്റ് ഇഗ്നീഷ്യസ് UP സ്കൂളിലെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ ഗ്രാമപഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ പ്രിൻസ് പൂവത്തിങ്കൽ അധ്യക്ഷനായി. പ്രധാനാധ്യാപിക ആൻസി ടീച്ചർ, PTA പ്രസിഡന്റ് ഉണ്ണിമായ, റിനി റജി, ലിനി, രശ്മി എന്നിവർ സംസാരിച്ചു. നാട്ടിക 11, 12 വാർഡുകളുടെ സ്വാതന്ത്ര്യദിനാഘോഷം CKG വൈദ്യർ സ്ക്വയറിൽ നടത്തി. AC ഭാസ്കരൻ പതാക ഉയർത്തി. CG അജിത് കുമാർ സന്ദേശം നൽകി. മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ്, AN സിദ്ധപ്രസാദ്, മധു അന്തിക്കാട്ട്, രഹന ബിനീഷ്, O മണികണ്ഠൻ, CB അഭിഷിക്, CR ബാബുലാൽ, സുധി ആലക്കൽ, രാജീവ് അരയമ്പറമ്പിൽ, PM സുബ്രഹ്മണ്യൻ, CR പവിത്രൻ, തങ്കമണി ത്രിവിക്രമൻ എന്നിവർ പങ്കെടുത്തു. നാട്ടിക വെസ്റ്റ് KMUP സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു. പ്രധാന അധ്യാപിക CJ ജെന്നി പതാക ഉയർത്തി. വാർഡ് മെമ്പർ PV സെന്തിൽകുമാർ, PTA പ്രസിഡന്റ് സജിനി മുരളി, PKG ഹെഡ് നൈസി, അധ്യാപിക ഇന്ദു KC, വിദ്യാർത്ഥികളായ അലീന, ശിഖ എന്നിവർ സംസാരിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷത്തിന് മുന്നോടിയായ വിവിധ മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് സമ്മാന വിതരണവും നടന്നു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. അധ്യാപകരും രക്ഷിതാക്കളും പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ പതാക ഉയർത്തിയും മധുരം നൽകിയും നാടെങ്ങും സ്വാതന്ത്ര്യദിനാഘോഷം. ട്രാഫിക് സിഗ്നൽ ഡിവൈഡറിൽ വീണ്ടും അപകടം. അധികൃതരുടെ അനാസ്ഥയിൽ ജനരോഷം ശക്തമാകുന്നു. വിസ തട്ടിപ്പ് കേസിൽ വാടാനപ്പള്ളി സ്വദേശി അറസ്റ്റിൽ. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.